മാത്രമായിട്ട്. ബീന ആൻ്റണിയെ കുറിച്ച് ഇവിടെ ആർക്കാണ് അറിയാത്തത്? എറണാകുളത്തെ പോസ്റ്റുകൾക്ക് വരെ അറിയാം. ഹലോ ഹ്യൂമൻ, ഇറ്റ്സ് മീ ഒക്ടോപസ്. വെൽക്കം ടു മൈ വേൾഡ്. മിന്നു മുനീർ എന്ന ഒരു പ്രശസ്തമായ ഒരു കൃഷ്ണജീവിയെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഇതൊരു സ്ത്രീയായിട്ടോ ഒരു മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളായിട്ടോ എനിക്ക് ചിന്തിക്കാനോ നിങ്ങളോട് പറയാനും പറ്റാത്ത രീതിയിലുള്ള ഒരു വ്യക്തിത്വത്തിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പം ആണുങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ട് അവർ നിർത്തി ഇപ്പം പെണ്ണുങ്ങൾക്കെതിരെയും ആയിട്ടുണ്ട്. ആ പെണ്ണിൻ്റെ പേരാണ് ബീന ആൻ്റണി. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഈ വീഡിയോ വെച്ചാണ് മിന്നു മുന്നൂർ എന്ന് പറയുന്ന ആ സ്ത്രീ ബീന ആൻ്റണിക്കെതിരെ ഈ കണ്ട പരിപാടികളെല്ലാം നടത്തുന്നത്. ഈ വീഡിയോ നമ്മുടെ നടൻ സിദ്ദീഖിൻ്റെ മകൻ മരിച്ച സമയത്ത് അയാളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്. ഇതിനെ എന്തെല്ലാം പറഞ്ഞ് പരത്തുന്ന രീതിയിൽ മഹാവൃത്തികേടായിട്ട് പറഞ്ഞു. ഇവരെ പോലെ കണ്ടടം നിരങ്ങി നടക്കുന്ന ഒരു സ്ത്രീയായിട്ട് എനിക്ക് ബീന ആൻ്റണിയെ തോന്നിയിട്ടില്ല, നിങ്ങൾക്കും തോന്നിയിട്ടില്ല. കാരണം ഭർത്താവ് മനോജുമായിട്ട് ഒരു കുഞ്ഞുമായിട്ട് സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. ഇങ്ങനൊരു പറഞ്ഞപ്പോഴത്തേക്കും അയാളെ വിട്ടുകൊടുക്കാൻ തോന്നുന്നുണ്ടോ? അയാൾ സംസാരിച്ച ആ വീഡിയോ ഒന്നും ഉണ്ടോ? വാരികളൊക്കെ വായിക്കുന്ന ഒരു പ്രത്യേക സുഖം പ്രേക്ഷകരിൽ ഇങ്ങനെ നാവ് കൊണ്ട് ഓരോരുത്തരുടെ നാവ് കൊണ്ട് പറയുന്നതിലൂടെ കിട്ടും. അപ്പൊ അതിനെ ചൂഷണം ചെയ്ത് ഇങ്ങനെ പല വീഡിയോകളും യൂട്യൂബേഴ്സും ഇപ്പൊ അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരു കുഴപ്പമില്ല, അതൊക്കെ അവരുടെ സ്വകാര്യത, അവരുടെ കാര്യം, അവരുടെ അവകാശം. അത് നമ്മൾ കുറ്റം പറയുന്നില്ല. അപ്പൊ നമ്മുടെ നുനു ചേച്ചി ഈ സിനിമയിലുള്ള ഇപ്പൊ എന്താ പറയാ പറഞ്ഞ് നമ്മുടെ ഡോക്ടർ അരുൺകുമാർ, നിങ്ങൾ ഒന്ന് ഇറങ്ങാൻ പറ്റൂ? നിങ്ങൾക്ക് ഗോതയിലേക്ക് ഇവിടുത്തെ ഒരു മഹിളാരത്നം സ്വന്തം ശരീരത്തിന്റെ ഭൂമിശാസ്ത്രം മുഴുവൻ വീഡിയോയിലൂടെ എടുത്ത് സോഷ്യൽ മീഡിയ. ഭാര്യ പറഞ്ഞ് ഏതൊരു ഭർത്താവും പ്രതികരിക്കുന്ന രീതിയിൽ മാന്യമായിട്ടുള്ള രീതിയിൽ അയാൾ പ്രതികരിച്ചിട്ടുള്ളൂ. കാരണം അയാൾ പറഞ്ഞത് പച്ചയ്ക്കൊരു കറക്റ്റ് തന്നെയാണ്. പണ്ട് മുത്തുച്ചിപ്പിയിലും നമ്മുടെ ഫയറിലൊക്കെ കണ്ടിട്ടുള്ള വായിച്ചിട്ടുള്ള ഫാൻറ്റസി പോലെയാണ് ഇവരവരെ ഓരോ നടന്മാരെയും വെച്ച് പറയുന്നത്. ഇന്നലെ ഞാൻ മോഹൻലാലിൻ്റെ മൂട്ടിയെ വെച്ച് ഇവർ പറഞ്ഞു. ഇവർ വേണമെങ്കിൽ ഇപ്പം നമ്മൾ അവർക്കെതിരെ വീഡിയോ എന്ന് എല്ലാവരും വെച്ച് പറയും. മൊട്ട അരുൺകുമാറിനെ വെച്ച് വേണമെങ്കിൽ 24 മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലുണ്ടായിരുന്നു, അവനെ വെച്ച് വേണമെങ്കിലും പറയും. അത്രയ്ക്ക് മോശമായിട്ടുള്ള സ്ത്രീയാണ് ഇവർ. ഇനി അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ പോലും അവർക്ക് തെളിയിക്കാൻ വേണ്ടി ഒരു തേങ്ങയും തന്നെയില്ല. ഇത്രയും വലിയ പീഡനങ്ങളെല്ലാം പറയുന്നത് അവർ ചിരിച്ച് കളിച്ച് ഏതൊക്കെയോ എൻജോയ്മെൻറ്റിൽ ട്രിപ്പ് അടിച്ചിരിക്കും പോലെയൊക്കെയാണ് അവർ പറയുന്നത്. ഒരു ഫാൻറ്റസി ഉണ്ട്. ബാലചന്ദ്ര മേനോൻ 3 സ്ത്രീകൾ കൂടെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ കസാരയിട്ട് അടുത്തിരുന്ന് അടുത്ത് വന്ന് നിന്ന് തെറിപ്പിച്ച് അതിനെ തുടച്ചിട്ട് കഴുകി കളഞ്ഞിട്ട് എന്ത് ചേട്ടാ ഇതിങ്ങനെയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ച് ഇത്രയും വലിയ ഫാൻറ്റസിയൊക്കെ ഇംഗ്ലീഷ് തുണ്ടുകളിൽ മാത്രമേ നമ്മൾ കാണുള്ളൂ. അല്ലാതെ ഒന്നും പച്ചയ്ക്ക് ഒരാളെന്ന് വന്ന് ഇത്രയും നാണം കെട്ട് പറയത്തൊന്നുമില്ല. ഇതൊക്കെ ഏത് ലെവലിലാണ് പോണതെന്ന് കണ്ടറിയാം. ഇതിനെ പ്രതികരിച്ച മറുനാടൻ മലയാളിയെ ചാനലിനെ കുറിച്ച് അവർ പറഞ്ഞതെന്ന് കേൾക്കണം. അയ്യേ, അതൊരു ചാനലാ? പുതിയാന്ന് പറയുന്നില്ല, മിനു തന്നെ. എന്തുകൊണ്ടും പറഞ്ഞു പോക്സിയോ കൂക്സിയോ എന്തുകൊണ്ടും പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവന് യൂട്യൂബിനല്ലേ, പിന്നെ അതുകൊണ്ട് ജീവിക്കുന്നില്ലേ, യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്നില്ലേ. മറുനാടൻ മലയാളിയുടെ പേരും കളഞ്ഞു. അതെന്താ മിനു, യൂട്യൂബിൻ്റെ ചാനൽ കൊണ്ട് ജീവിച്ചാൽ അത് തീറ്റാവില്ലേ? കണ്ടെടുത്ത് പോയി കിടന്നു കൊടുത്തല്ല അയാൾ ജീവിക്കുന്നത്. യൂട്യൂബേഴ്സ് എല്ലാം കണ്ടെടുത്ത് പോയി കിടന്നു കൊടുത്തല്ല ജീവിക്കുന്നത്. പലർക്കെതിരെയും നിയമങ്ങളും ഓരോ സെക്സും പറഞ്ഞിട്ടല്ല ജീവിക്കുന്നത്. അന്തസ്സായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് പണിയെടുത്താണ് ജീവിക്കുന്നത്, അല്ലാതെ കിടന്നു കൊടുത്തല്ല ജീവിക്കുന്നത്.